പെരിയ ഇരട്ടക്കൊലക്കേസിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച 4 പ്രതികളും മുൻ കെ വി കുഞ്ഞിരാമനടക്കം 4 പ്രതികളും പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മുൻ കെ വി കുഞ്ഞിരാമനടക്കം 4 പ്രതികളാണ് സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ചതിനെ തുടർന്ന് ലഭിച്ച ജാമ്യത്തിലാണ് പ്രതികൾ പുറത്തിറങ്ങുന്നത്. ശിക്ഷാവിധി വന്ന് 5 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണിപ്പോൾ പ്രതികൾ പുറത്തേക്കിറങ്ങുന്നത്. ഹൈക്കോടതി ഉത്തരവ് ലഭിക്കാൻ എടുത്ത താമസമാണ് പുറത്തിറങ്ങൽ ഇന്നത്തേക്ക് ആവാനുള്ള കാരണം. നിഖിലുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, വിവരങ്ങൾ. കുറച്ച് പേരോട് നീങ്ങോ ഇവിടെ എങ്ങനെയാണ് നുണയുടെ ഒരു വലിയ കോട്ടയാണ് ഇന്നലത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിലപാടോടുകൂടി പൊളിഞ്ഞു വീണത്. ഈ കേസിൽ ഞങ്ങളെ പ്രതി ചേർക്കുമ്പോഴും 28-ാം തീയതി ഞങ്ങൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞപ്പോഴും 3-ാം തീയതി ഒരിക്കലും ഞങ്ങൾ അർഹിക്കാത്ത ഒരു ശിക്ഷ നൽകിയപ്പോഴും ഞങ്ങൾ ഒരു തരത്തിലും പ്രതികരിച്ചിരുന്നില്ല. കാരണം നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിലും തന്നെയാണ് ആ ഘട്ടങ്ങളിൽ നിങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്കും ഞങ്ങൾ വഴങ്ങാനോ മറുപടി പറയാനോ തയ്യാറാണ്. 6-ാം തീയതിയാണ് ഹൈക്കോടതി ലീവ് കഴിഞ്ഞ് വീണ്ടും ചേരുന്നത്. അന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച അപ്പീൽ അപേക്ഷകൾ സ്വീകരിക്കപ്പെടുകയും തൊട്ടടുത്ത ദിവസം അത് പരിഗണിക്കുകയും അന്ന് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ സാന്നിധ്യമില്ലായ്മ കൊണ്ട് 8-ലേക്ക് മാറ്റിവെക്കുകയും 8-ന് രാവിലെ തന്നെ ഞങ്ങളുടെ ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വിധി നീതിന്യായ വ്യവസ്ഥയിലുള്ള ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങൾക്ക് അതിലുള്ള ദൃഢമായ ഞങ്ങളുടെ നിലപാടും ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളുടെ പാർട്ടി തീർച്ചയായും ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം നിരപരാധികളാണ് എന്നും CPIM-നെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം പ്രതി ചേർക്കപ്പെട്ടത് എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ഇതിൽ നിന്ന് മോചനം നേടി വരാനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നതിൽ കാസർഗോഡ് ജില്ലയിലെ പാർട്ടി, കണ്ണൂർ ജില്ലയിലെ പാർട്ടി, കേരളത്തിലെമ്പാടുമുള്ള പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം വലിയ സഹായവും പിന്തുണയുമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജവും പാർട്ടി നേതാക്കന്മാരുടെ ഇടപെടലും സാന്നിധ്യവും കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിസന്ധി അതിജീവിക്കാൻ പാർട്ടിയെ സഹായിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹപൂർണ്ണമായ അഭിവാദ്യങ്ങൾ. നിയമ ഗൂഢാലോചന ഏത് രീതിയിലാണ് പാർട്ടി പറയുന്നത്? എങ്ങനെയാണ് ഈ ഗൂഢാലോചന എന്നാണ് ആരുടെ ഭാഗത്തുനിന്നാണ് ഗൂഢാലോചന ഉണ്ടായത്? അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിൽ ഗൂഢാലോചന ഇല്ല. അതാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. CBI വന്നിട്ട് പ്രതി ചേർത്ത 10 പേരിൽ 9 പേരും പ്രതികളല്ല എന്നുള്ള നിലയിലേക്കാണല്ലോ ഇപ്പോഴെത്തിയിട്ടുള്ളത്. ഒരാളുടെ മാത്രം ഒരു വിഷയത്തിലാണ് ചെറിയ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അതും അപ്പീൽ പെറ്റീഷന്റെ ഭാഗമായി പരിഗണിക്കപ്പെടും. അതുകൊണ്ട് ഗൂഢാലോചന ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ കേസിൽപ്പെടുത്തിയത് ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരായതുകൊണ്ട് മാത്രമാണ്. ബാക്കി കാര്യങ്ങൾ പിന്നീട് പ്രതികരിക്കാം. പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട്
ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ചതിനെ തുടർന്ന് KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഉന്നമല KV കുഞ്ഞിരാമനാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ഗൂഢാലോചനയും നടന്നിട്ടില്ലെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ പാർട്ടിയുമായി കൂടി ആലോചിച്ച ശേഷം പ്രതികരിക്കും എന്നൊക്കെയാണ് KV കുഞ്ഞിരാമൻ പറഞ്ഞത്. KV കുഞ്ഞിരാമൻ അടക്കമുള്ള 4 പ്രതികളാണ് പുറത്തേക്ക് ഇറങ്ങിയത്. CPM നേതാക്കൾ അടക്കമുള്ള ആളുകൾ. നിഖിൽ ഉണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, CPM നേതാക്കൾ അടക്കം P ജയരാജൻ അടക്കം MV ജയരാജൻ അടക്കം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ? മാതിര, ഏതായാലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ KV കുഞ്ഞിരാമനും മണികണ്ഠനും ഭാർഗവനും രാഘവനും ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾ 4 CPIM നേതാക്കളും കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്തേക്ക് വരികയാണ്. CPIMന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാർ MV ജയരാജനും MV ബാലകൃഷ്ണനും ഒപ്പം CPIM നേതാവ് P ജയരാജൻ, തൃക്കരിപ്പൂർ MLA രാജഗോപാൽ തുടങ്ങിയവരെല്ലാം തന്നെ, ഒപ്പം തന്നെ CPM നേതാവ് KP സതീഷ് ചന്ദ്രൻ, ഇങ്ങനെ നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു ഈ 4 നേതാക്കളെയും സ്വീകരിക്കുന്നതിനായി കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലേക്ക് നേരത്തെ തന്നെ. അതേസമയം പ്രവർത്തകരുടെ എണ്ണം കുറവായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വലിയൊരു ആഘോഷമാക്കി മുദ്രാവാക്യങ്ങളും മറ്റും സെൻട്രൽ ജയിൽ പരിസരത്തൊക്കെ മുഴക്കുന്ന ഒരു പോകേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കാസർഗോഡ് നിന്ന് എത്തിയ ഒരു 25ഓളം വരുന്ന പ്രവർത്തകരാണ് ഉള്ളത്. പക്ഷേ ഈ നേതാക്കളുടെ നീണ്ട നിര തന്നെ ഇവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഈ 4 നേതാക്കളെയും രക്തഹാരമണിയിച്ചതിന് ശേഷം അവരെ ആനയിച്ച് ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് അവർ വരികയാണ്. ഇവർ നേരെ ഇവിടെ നിന്ന് കാസർഗോഡേക്ക് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്ന മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള 4 പ്രതികളും അങ്ങനെ ജയിലിനെ പുറത്തേക്ക് വരികയാണ്. ഈ പറയുന്നത് പോലെ P ജയരാജൻ MV ജയരാജൻ അടക്കമുള്ള CPM നേതാക്കളുണ്ട് ഇവരെ സ്വീകരിക്കാനായി പുറത്ത് എന്നുള്ളതാണ്. CPM നേതാക്കൾ വലിയ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തരം ഒരു ശിക്ഷാവിധി സ്റ്റേ ചെയ്തുകൊണ്ട് 4ാമത്തെ ദിവസം തന്നെ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. ഓക്കെ, എന്തായാലും MV ജയരാജൻ തങ്ങൾ നിരപരാധികളാണെന്ന് പാർട്ടിക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അവർക്കെതിരായിട്ട് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CBI കോടതിയെ സമീപിച്ചത്. അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഫൈനൽ റിപ്പോർട്ട് അടിസ്ഥാനമാക്കണം എന്നതാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും പിന്നീട് വിധിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CBI എന്ന് പറയുന്നത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസിയല്ല. അതിന് പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു. സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ടുള്ളതായിരുന്നു. പക്ഷേ ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് അനുബന്ധമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ്, അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമാണ് CBIയോട് ആവശ്യപ്പെട്ടത്. CBI അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ, അതിലാണ് CPMന്റെ നേതാക്കന്മാരെ CBI പ്രതി ചേർത്തത്. അത്തരമൊരു നീക്കത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ 4 സഖാക്കൾക്ക്, 4 നേതാക്കന്മാർക്ക് ജാമ്യം നൽകിയതിലൂടെ, അവരുടെ ശിക്ഷ മരവിപ്പിച്ചതിലൂടെ ഡിവിഷൻ ബെഞ്ച് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ കുഞ്ഞിരാമൻ പറഞ്ഞതുപോലെ നീതിന്യായ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗമായി ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഒന്ന് വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. വലതുപക്ഷ മാധ്യമങ്ങളുടെ പക്ഷപാതപരമായിട്ടുള്ള CPM വിരുദ്ധ നിലപാടിനെ സംബന്ധിച്ച് പല കോണുകളിൽ നിന്നും വിമർശനം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ CPM വിരുദ്ധ ജ്വരത്തിനെതിരായി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ്
ഫലം ചെയ്തു എന്നാണ് തോന്നുന്നത്. കാരണം ഈ കേസിൻ്റെ വിധിയെ തുടർന്ന് കേരളത്തിലെ പ്രചാരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പത്രം മുഖപ്രസംഗം എഴുതിയപ്പോൾ CPM-ന്റെ ഭാഗമായി നിരവധി സഖാക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഒരു പേരും ആ മുഖപ്രസംഗത്തിലില്ല. ഇത് സംബന്ധിച്ച് ശക്തമായി വിമർശനം ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ പത്രങ്ങൾക്കും ചില തിരുത്തലുകൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങൾ ഏതാണ്ട് നായയുടെ വാല് പോലെയാണ്, വളഞ്ഞു തന്നെ നിൽക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ CPM വിരുദ്ധ ജ്വരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മാധ്യമ സമീപനത്തിനെതിരായി ഉയർത്തിവന്ന ശക്തമായിട്ടുള്ള വിമർശനത്തിന്റെ ഫലമായി ചില അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുകൂല മാറ്റങ്ങൾ സ്വാഗതാർഹമാണ്. ഇതിലെ ഒരു പ്രശ്നം, ഈ CBI പ്രതി ചേർത്തതിൽ K മണികണ്ഠനെ പ്രതി ചേർത്തത് പോലീസാണ്. അതോടൊപ്പം തന്നെ മറ്റ് പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതികളെയും ഈ കേസിൽ പ്രതി ചേർത്തത് പോലീസാണ്. അവർക്കുമുള്ള രാഷ്ട്രീയ പിന്തുണ ഇപ്പോൾ CPM നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുള്ള എല്ലാ നേതാക്കളും അവരെ കൂടി സന്ദർശിച്ചിട്ടുണ്ട്. പാർട്ടി നേരത്തെ തള്ളിപ്പറഞ്ഞ പ്രതികളാണ് അവർ. അല്ല, ഞാനിവിടെ ജയിൽ സന്ദർശിച്ചപ്പോൾ ഈ സഖാവ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളെയാണ് സന്ദർശിച്ചത്. എല്ലാ പ്രതികളെയും ഞാൻ സന്ദർശിച്ചിട്ടില്ല. ഇന്നലെ അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ പെരിയ ഇരട്ടക്കൊലക്കേസ് സ്വാഭാവികമായിട്ടും ദൗർഭാഗ്യകരമായിട്ടൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. CPM തന്നെ തള്ളിപ്പറഞ്ഞിട്ടൊരു കേസാണ്. പക്ഷെ ആ കേസിനെ ഉപയോഗിച്ച് CPM-നെ അടിച്ചമർത്താനുള്ള നീക്കമാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞതനുസരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ, അതിൽ 14 പ്രതികളെ ചേർത്തു. ആ 14 പ്രതികളെ CBIക്ക് ഒഴിവാക്കേണ്ടി വന്നില്ല. കാരണം എന്താ? ക്രൈംബ്രാഞ്ച് കൃത്യമായിട്ട് തന്നെയാണ് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയാണ് CBI അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ദൗത്യം നിർവഹിച്ചത്. അത് വളരെ കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയോടുകൂടി ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, അതിൽ ഈ K മണികണ്ഠനെ പ്രതി ചേർത്തത് ക്രൈംബ്രാഞ്ചാണ്. അതെ ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായിട്ട് അല്ല, അതായത് അതിപ്പോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ വന്നിട്ടുള്ള അപ്പീല് നിങ്ങൾ മനസ്സിലാക്കിയോ? അപ്പീൽ എന്താ പറഞ്ഞത്? യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ്റെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ മൊഴി വിശ്വസനീയമല്ല. അദ്ദേഹം ഈ പ്രതികളെ ഒരു രണ്ടാം പ്രതിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നതാണ് ചാർജ്. പക്ഷെ അദ്ദേഹം ജനറൽ GD അനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഹാജരായിരുന്നു എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കേരള പോലീസാണ് മിക്കവാറും 14 പ്രതികളെ കണ്ടെത്തിയിട്ടുള്ളത്. അതിനെ തുടർന്ന് CBI നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ദൗത്യമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിലൂടെ വ്യക്തമാകുന്നത്. ഓക്കെ. നിഖിൽ, എന്തൊക്കെയാണ് P. ജയരാജൻ പറഞ്ഞത്? ഈ ഒരു അതായത് ഈ CPM നേതാക്കൾ പ്രതി ചേർക്കുന്നതിന് വേണ്ടി നടന്ന ഗൂഢാലോചനയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അത് തന്നെയാണ് P. ജയരാജൻ ആവർത്തിക്കുന്നത്. ഏതായാലും പക്ഷേ നീതിന്യായ സംവിധാനങ്ങളിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ശിക്ഷ മരവിച്ചുകൊണ്ടുള്ള വിധി എന്ന് തന്നെയാണ് പറയുന്നത്. കാണേണ്ടത് ഏതായാലും ഇപ്പൊ പറയുന്നത് പോലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാകുന്ന ആ ഒരു വിധിയായിരുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ CPM-ന്റെ 4 നേതാക്കളും പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായതോടുകൂടി CPM അന്ന് തങ്ങൾ ഉയർത്തിയ വാദങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നു, അങ്ങനെയാണ് ഈ 4 പേരെയും പ്രതികളാക്കിയത് എന്ന CPM-ന്റെ വാദം, ആ വാദം ശരിവെക്കുന്നതാണ് ഈ തീരുമാനം എന്ന് തന്നെയാണ് CPM നേതാക്കൾ പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഈ 4 നേതാക്കളും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കാസർഗോഡേക്ക് പുറപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ഒരു മുദ്രാവാക്യ വിളികൾ ഉൾപ്പെടെയുള്ള ഒരു സ്വീകരണം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിരുന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല.
എന്തായാലും CPM-നെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. CPM മുന്നോട്ട് വെച്ച വാദങ്ങളൊക്കെ ശരിയായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇത്തരത്തിൽ പറയുന്നത് പോലെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നൊക്കെയുള്ളതാണ് CPM-ന്റെ ഈ ഘട്ടത്തിലെ വാദം. നമുക്കറിയാവുന്നതുപോലെ കണ്ണൂരിലെ മുതിർന്ന CPM നേതാക്കളെല്ലാം എത്തിച്ചേർന്ന് തന്നെയാണ് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾക്ക് വലിയ സ്വീകരണം നൽകുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിലെ കണ്ണൂരിൽ നിന്ന്.